നമുക്കൊരു 50ഓളം സിസ്റ്റേഴ്സ് അവർക്ക് സാധിക്കുന്ന അവസരങ്ങളിലൊക്കെ നമ്മുടെ ഫാമിലി അപ്പോസ്റ്റലേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ മിഷൻ നടത്തിക്കൊണ്ടായിരുന്നത്. അവർ വീടുകളൊക്കെ കയറി ഇറങ്ങി പിന്നെ ഒരു 6 മാസം കൂടുമ്പോൾ രൂപതാകേന്ദ്രത്തിൽ വന്ന് ഞങ്ങളോട് ഇതിൻ്റെ പിന്നെ കാര്യങ്ങൾ ഞങ്ങളോട് പറയേണ്ട കാര്യങ്ങൾ മറ്റാരും കേൾക്കാത്ത വിധത്തിലല്ലേ അവർ കുറിച്ച് തന്ന് അങ്ങനത്തെ കറക്ഷൻസ് കൊടുക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. ഈ നമ്മുടെ പ്ലാറ്റിനം ജൂബിലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാൻ മനസ്സിൽ കരുതി നമുക്ക് രൂപത മുഴുവനും ഒരു കുടുംബ സന്ദർശനം നടത്തണം. അതിന് ഏറ്റവും നല്ലത് ഈ ഹോം മിഷൻ എല്ലാവരും ചെയ്യുകയാണ്. കാരണം നമ്മുടെ ചെല്ലാലച്ചന്മാരും പ്രത്യേകിച്ച് തടത്തലച്ചനൊക്കെ വളരെ ഇൻട്രസ്റ്റ് എടുത്തു. തടത്തലച്ചനാണ് ബഹുമാനപ്പെട്ട സ്റ്റേഷൻ്റെയും പൊതുവായിട്ടുള്ള ചുമതല. ഞങ്ങൾ മീറ്റിങ്ങുകളൊക്കെ വിളിച്ച് പ്രൊഫഷണൽമാരെ എല്ലാം കണ്ട് സംസാരിച്ചു. 400 സിസ്റ്റേഴ്സിന് നമ്മൾ പരിശീലനം കൊടുത്തു. അങ്ങനെ അവര് ഇടവകളിലേക്കെല്ലാം പോയി 45,000-ത്തിലധികം കുടുംബങ്ങൾ അവർ കയറി കഴിഞ്ഞു. അത്ഭുതകരമായ ഒരു ശുശ്രൂഷയാണ് എനിക്ക് തോന്നിയത്. എനിക്ക് എൻ്റെ ഒരു അനുഭവം, ഈ സിസ്റ്റേഴ്സ് വീട്ടിൽ ചെല്ലുന്നത് വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടമാണ്. മാതാപിതാക്കൾക്കും യൂത്തിനും കൊച്ചുകുട്ടികൾക്കും കിടപ്പ് രോഗികൾക്കും എല്ലാം സിസ്റ്റേഴ്സ് ചെല്ലുന്നതും പ്രാർത്ഥിക്കുന്നതും വലിയൊരു താല്പര്യമാണ്. അത്രയും താല്പര്യം ഞങ്ങൾ ആരെങ്കിലും ചെല്ലുമ്പോൾ ഉണ്ടോ എന്നുള്ളത് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. അപ്പം അത് തന്നെ നമുക്കൊരു എവാഞ്ചലൈസേഷൻ്റെ നല്ലൊരു മുഖമാണല്ലോ. സിസ്റ്റേഴ്സ് ചെല്ലുന്നു, അവർ പ്രാർത്ഥിക്കുന്നു, അവരോട് എല്ലാവരും കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയും. നമ്മളൊരു വിശുദ്ധീകരണത്തിൻ്റെ വഴിയിലാണിത്. പ്ലാറ്റിനം ജൂബിലി രൂപതയിലുള്ള എല്ലാവരുടെയും വിശുദ്ധീകരണമാണ് പിന്നെ നടക്കേണ്ടത്. അങ്ങനെ നമുക്ക് എങ്ങനെ നല്ല വിശുദ്ധിയിൽ പെരുമാറാൻ പറ്റും എന്ന ഒരു വലിയ മോട്ടിവേഷൻ കൊടുക്കാനായിട്ട് ഇവർക്ക് സാധിക്കും. പരിശുദ്ധ പറയുന്ന കേൾക്കുക, കൂട്ടത്തിലായിരിക്കുക, കണ്ടുമുട്ടുക, ഇതെല്ലാം നമ്മളൊരു ഔദ്യോഗിക സിനഡ് അല്ലെങ്കിൽ പോലും ഒരു പറ്റം സിസ്റ്റേഴ്സ് ഇവിടെ ചെല്ലുമ്പോൾ ഒരു സിനഡൽ പ്രസൻസ് ആണ്. അവർ ഈശോയും കണ്ടാണല്ലോ ചെല്ലുന്നത്. അപ്പം അങ്ങനെയുള്ള ആ കാര്യം വളരെ വലിയ വിജയമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് അതിൻ്റെ ആധ്യാത്മികമായ പിന്നെ വശങ്ങളിലൂടെ അവർ വളരെയേറെ ക്ലേശം അനുഭവിച്ചിട്ടുണ്ട്. ഒപ്പം അച്ഛന്മാരും ഇപ്പോൾ ഒരു 5 കൊല്ലമാണ് സാധാരണഗതിയിൽ അച്ഛൻ ഒരു ഇടവക വികാരി. ആ 5 കൊല്ലത്തിനുള്ളിൽ 3 തവണയെങ്കിലും എല്ലാ വീടുകളിലും അച്ഛന്മാർ കയറുന്നുണ്ട്. അപ്പം ഭവന സന്ദർശനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇംഗ്ലണ്ടിലെ കാനൽ ബേസിൽ ഹ്യൂം ഒരു കാര്യം ആവർത്തിച്ച് അച്ഛന്മാരോട് പറയുമായിരുന്നു, എ ഹൗസ് വിസിറ്റിംഗ് പ്രീസ്റ്റ് മീൻസ് ചർച്ച് ഗോയിങ് പീപ്പിൾ. അച്ഛന്മാർ എവിടെ ഭവന സന്ദർശനം നടത്തുന്നുവോ അവിടെയെല്ലാം ആളുകൾ പള്ളിയിൽ വരും. എ ഹൗസ് വിസിറ്റിംഗ് പ്രീസ്റ്റ് മീൻസ് ചർച്ച് ഗോയിങ് പീപ്പിൾ. ഈ സിസ്റ്റേഴ്സിന് നമ്മൾ വരുമ്പം വി ആർ ഗിവിങ് ദ ചർച്ച് ടു ദ പീപ്പിൾ. സഭ പ്രഘോഷിക്കുന്ന ആ മൂല്യങ്ങൾ അതെല്ലാം കൊണ്ട് ആളുകളെ പള്ളിയിലേക്ക് വരുത്തുക എന്നതിനേക്കാൾ പള്ളി അല്ലെങ്കിൽ ചർച്ച് എന്താണെന്നുള്ളത് അവർ വീട്ടിലേക്ക് കൊണ്ട് കൊടുക്കുകയാണ്.